ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിടിയും ബീഫും ആണ്. അപ്പം ഞാനിവിടെ പിടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പുട്ടുപൊടി, അരിപ്പൊടി, തേങ്ങയൊക്കെ കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അജ്മി പുട്ടുപൊടി, പാക്കറ്റ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ പുട്ടുപൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന പുട്ടുപൊടി എടുത്താലും മതി. അപ്പം ഞാനത് ഒരു 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, നമ്മൾ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അരിപ്പൊടിയാണ്, അത് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് നേരം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്, നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-12 ചുവന്നുള്ളിയും, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും, ഒരു 2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്നും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർത്തിട്ടില്ലേ. നമ്മൾ വെള്ളം തിളച്ച് വന്നതിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ച തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ പൊടിച്ചത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ആ തിളപ്പിച്ചെടുത്ത വെള്ളം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ആ മിക്സിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂട് തണിഞ്ഞ് കിട്ടണം. അതിനായിട്ട് നമുക്കിവിടെ ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒരുപാട് ചൂട് തണിഞ്ഞിട്ട് തണുത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വെള്ളം അവിടെ ഉണ്ട് കേട്ടോ, ഫുള്ള് വെള്ളം നമ്മൾ കംപ്ലീറ്റ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ബാക്കി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതവിടെ ഉണ്ട്, അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാൻ പോവുകയാണ്, നമ്മുടെ പിടിയാക്കി എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഉരുട്ടിയെടുക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ട്, അവർ ഉരുട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് കറി റെഡിയാക്കി എടുക്കാം. ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണ്. ഞാനിവിടെ അതിനായിട്ടൊരു കുക്കറിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തു. ഇനി ഞാനിവിടെ ചെറിയുള്ളിയിലാണ് ബീഫ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് ചെറിയുള്ളിയും ഒരു 1/4 കപ്പ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടോ ചതച്ചിട്ടോ ഒന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തു. ഇനി ഇതിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള കുരുമുളകാണ്, പച്ച കുരുമുളകാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കട്ടോ കുരുമുളക്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇറച്ചി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 തക്കാളി, ഒരു 3 പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി ഞാൻ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ അടിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിൽ ബീഫിൻ്റെ വേവിനനുസരിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബാക്കി 4-5 വിസിലും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി അവിടെ റെഡിയാവും. നമ്മൾ കറി റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇവരിവിടെ പിടിയൊക്കെ നന്നായിട്ട് നല്ല കുഞ്ഞ് ബോൾസാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ വെള്ളം നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടില്ല, ബാക്കി വെള്ളമാണ്. അപ്പോൾ അതിനടിയിൽ നമ്മുടെ ജീരകം കാണും. അതുകൊണ്ട് നമ്മൾ ആ അടിയിലുള്ള ജീരകം നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ള വെള്ളം ഇതേപോലെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ ആദ്യത്തെ ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് വെള്ളം. വെള്ളം ഞാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് നമ്മളിവിടെ പിടിച്ച് റെഡിയാക്കി വെച്ച ആ പിടികൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനവിടെ ആ ബോൾസിൽ നിന്ന് ഒരു 4-5 ബോൾസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 4-5 കുഞ്ഞു ബോൾസ് മാത്രം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഉപ്പൊക്കെ ചേർത്തതാണ്, എല്ലാം ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് വറ്റി കിട്ടേണ്ട ആവശ്യമില്ല. ഇത് കിടന്ന് വെന്തിട്ട് ഇതിങ്ങനെ കുറുങ്ങി വരും വെള്ളം. നമുക്ക് വെള്ളം വാർത്ത് കളയൊന്നുമില്ല. ഈ വെള്ളത്തോട് കൂടെ തന്നെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബോൾസിലേക്ക് ഇതിന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ഒരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ കൈലിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ പിടികളൊക്കെ അങ്ങനെ ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ കണ്ടോ, നമ്മൾ വെന്തിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വറ്റി പോകേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഓപ്ഷണലാണ്. ഞാനൊന്ന് അത് വറവിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. അങ്ങനെ തന്നെ കഴിക്കാനും സൂപ്പറാണ്. ഞാനൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വെള്ളം കംപ്ലീറ്റ് വറ്റി വരേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് ചൂട് തണിയുമ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ വറവിട്ടത് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഇതില്ലാതെ അങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. നമുക്ക് കറി ഇല്ലാതെയും കഴിക്കാം. പിന്നെ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെയും കോരി കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പിടി റെഡിയായി. ആ സമയം കൊണ്ട് നമ്മളെ കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആഹാ, നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ്. പച്ച കുരുമുളക് അരച്ച് വെച്ച കറിയാണ്, സൂപ്പർ കറിയാണ്. ഞാൻ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പച്ച കുരുമുളക് അരച്ച് വെച്ച കറി അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ പിടി ഇങ്ങനെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. കറിയുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും നമ്മൾ കറി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ബീഫ് തന്നെ വേണമെന്നില്ല, നമുക്ക് ചിക്കൻ ആയാലും മതി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല അടിപൊളി യമ്മി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.